നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. പണ്ട് അതായത് നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരുടെ കാലം മുതലേക്ക് കേരളത്തിൽ ഒരു കാര്യമേ ഉള്ളൂ, സർക്കാർ ജോലി. കല്യാണാലോചന വരുമ്പോൾ ചെക്കൻ വലിയ ബിസിനസ്സുകാരനാണോ വിദേശത്താണോ എന്നൊന്നും നോക്കണ്ട, ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടോ എങ്കിൽ പെണ്ണിനെ കൊടുത്തു. കാരണം സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണത്തേക്കാൾ വലിയ പത്രസാണ്. സർക്കാർ ജോലി കിട്ടിയാൽ ജീവിതം സെറ്റായി എന്നാണ് വിചാരം. സത്യം പറഞ്ഞാൽ ഈ അമ്മാവന്മാർ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ട് കേട്ടോ. കാരണം പ്രൈവറ്റ് കമ്പനികൾ ഇന്ന് വരും നാളെ പോകും, പക്ഷെ നമ്മുടെ ഈ സർക്കാർ കമ്പനികൾ അങ്ങനെയല്ല. പണ്ട് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകൾ പലതും ഓട്ടം നിർത്തിയപ്പോഴും KSRTC ആനവണ്ടി ഇന്നും കട്ടയ്ക്ക് ഓടുന്നത് നമ്മൾ കാണുന്നതല്ലേ. അതുപോലെ തന്നെയാണ് ഈ കമ്പനികളും. ശരി, അപ്പോൾ എന്താണ് ഈ PSU കമ്പനികൾ എന്ന് ആദ്യം മനസ്സിലാക്കാം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ നട്ടെല്ലാണ് ഈ കമ്പനികൾ എന്ന് പറയാം. നമ്മൾ പണം നിക്ഷേപിക്കുന്ന SBI, വീട്ടിലെ ഗ്യാസ് ഒക്കെ നൽകുന്ന BPCL, HPCL, കറണ്ട് തരുന്ന പവർ ഗ്രിഡ്, പ്രതിരോധ കമ്പനികൾ HAL, BL, ഇതൊക്കെയാണ് PSU കമ്പനികൾ. ഇതിനെ വെറും ഒരു കമ്പനിയായി കാണരുത്, ഇതൊക്കെ ഓരോ സാമ്രാജ്യങ്ങളാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുമായിരുന്നു, റെയിൽവേ ട്രാക്ക് പോലെയാണ് സർക്കാർ കമ്പനികൾ എന്ന്. ട്രെയിൻ വരാൻ വൈകിയേക്കാം, പക്ഷെ ട്രാക്ക് അവിടെ തന്നെ ഉണ്ടാകും. അത് തന്നെയാണ് ഇതിന്റെ സുരക്ഷയും. പല മേഖലകളിലും ഗവൺമെന്റ് കമ്പനികൾക്ക് എതിരാളികളില്ല. ഉദാഹരണത്തിന് ട്രെയിൻ ഓടിക്കാൻ റെയിൽവേക്ക് മാത്രമേ പറ്റൂ. ഈ ഒരു പിടിപാട് നിക്ഷേപകർക്ക് വലിയൊരു ധൈര്യമാണ് നൽകുന്നത്. പലിശ പോലെ തന്നെ ഈ കമ്പനികൾ ലാഭം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു വിഹിതം നിക്ഷേപകർക്ക് നൽകാറുണ്ട്. ഒരു സെക്കൻഡ് ഇൻകം ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. മേക്ക് ഇൻ ഇന്ത്യയും പ്രതിരോധ മേഖലയിലെ പുതിയ മാറ്റങ്ങളും ഒക്കെ വന്നതോടെ പണ്ട് ഉറങ്ങിക്കിടന്ന ഈ സർക്കാർ കമ്പനികൾ ഇപ്പോൾ വിപണിയിൽ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇത്രയ്ക്കും വിശദീകരണം നൽകാൻ കാരണം സർക്കാർ കമ്പനികൾ നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് സൂചിപ്പിക്കാനാണ്. എന്താണ് ഈ PSU മ്യൂച്വൽ ഫണ്ട്? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ടാക്സ് പണം കൊണ്ട് പടുത്തുയർത്തിയ സർക്കാർ കമ്പനികളിൽ മാത്രം പണം നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണിവ. നമ്മൾ നിത്യവും കാണുന്ന SBI ബാങ്കും പെട്രോൾ അടിക്കുന്ന BPCL-ഉം കറണ്ട് തരുന്ന NTPC-യും ഒക്കെ ലാഭമുണ്ടാക്കുമ്പോൾ ആ ലാഭത്തിന്റെ ഒരു പങ്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്കും എത്തുന്ന മാജിക് ആണിത്. ഇനി നമുക്ക് ഈ നേട്ടം കൊയ്ത പ്രധാനിയെ പരിചയപ്പെടാം. SBI മ്യൂച്വൽ ഫണ്ട്. മലയാളികൾക്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് SBI ആണ്. ആ ഒരു വിശ്വാസം തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് രംഗത്തും അവരെ മുൻപന്തിയിൽ എത്തിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ട് ഹൗസുകളിലൊന്നായ SBIക്ക് നമ്മുടെ നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ബിസിനസ്സുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സർക്കാർ കമ്പനിയാണ് വളരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി പണം നിക്ഷേപിക്കാനുള്ള അവരുടെ വൈദഗ്ധ്യമാണ് സ്വപ്നതുല്യമായ നേട്ടത്തിലേക്ക് നിക്ഷേപകരെത്തിക്കുന്നത്. വെറും ഒരു ഫണ്ട് എന്നതിലുപരി കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സമ്പാദ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കരുത്താണ് ഇതിന് പിന്നിലുള്ളത്. SBI മ്യൂച്വൽ ഫണ്ട് വാഗ്ദാനം ചെയ്യുന്ന നിരവധി ഇക്വിറ്റി സ്കീമുകളിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ഫണ്ട് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നുണ്ട്. SBI PSU ഫണ്ട് ഡയറക്ട് പ്ലാൻ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി SIP ലംസം നിക്ഷേപങ്ങളിൽ ഒരേപോലെ ആകർഷകമായ നേട്ടമാണ് ഈ ഫണ്ട് നൽകിയിട്ടുള്ളത്. 3 വർഷം, 5 വർഷം, 10 വർഷം എന്നിങ്ങനെ വിവിധ കാലയളവുകളിലെ SIP നിക്ഷേപങ്ങൾക്ക് 20% വാർഷിക റിട്ടേൺ നൽകാൻ സാധിച്ചു എന്നതാണ് ഈ ഫണ്ടിന്റെ പ്രത്യേകത. SBI മ്യൂച്വൽ ഫണ്ടിന്റെ കീഴിലുള്ള 80-ലധികം സജീവ ഇക്വിറ്റി സ്കീമുകളിൽ ഈ 3 കാലയളവിലും ഒരേപോലെ മികച്ച പ്രകടനം നിലനിർത്തിയ ഏക ഫണ്ടും ഇത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏകദേശം 390% അബ്സല്യൂട്ട് റിട്ടേൺ ആണ് ഈ ഫണ്ട് നൽകിയിട്ടുള്ളത്. സമീപകാലത്ത് പൊതുമേഖലാ ഓഹരികളിലുണ്ടായ വൻ മുന്നേറ്റമാണ് ഈ മികച്ച നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകം. ഈ ഫണ്ടിലെ SIP നിക്ഷേപങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ച നേട്ടമാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ കണക്കുകൾ തന്നെ ആദ്യം മനസ്സിലാക്കാം. 3 വർഷത്തിൽ 23.92% CAGR വളർച്ചയാണ് ഫണ്ടിനുണ്ടായത്. അതായത് 3 വർഷം മുൻപ് പ്രതിമാസം 10,000 രൂപ വീതം SIP വഴി നിക്ഷേപിക്കാൻ തുടങ്ങിയ ഒരാളുടെ സമ്പാദ്യം ഇന്ന് ഏകദേശം 5.2 ലക്ഷം രൂപയായി വളർന്നിട്ടുണ്ട്. 5 വർഷത്തെ SIP റിട്ടേൺ 28.56% CAGR ഗ്രോത്ത് ആണ്. 5 വർഷം മുൻപ് 10,000 രൂപയുടെ SIP തുടങ്ങിയവർക്ക് ഇന്ന് അത് ഏകദേശം 12.5 ലക്ഷം രൂപയായി ലഭിക്കുമായിരുന്നു. കോവിഡിന് ശേഷമുള്ള വിപണിയുടെ അതിവേഗത്തിലുള്ള തിരിച്ചുവരവാണ് ഈ നേട്ടത്തിന് പിന്നിൽ. 10 വർഷം കൊണ്ട് 20.64% CAGR വളർച്ചയും കൈവരിച്ചിട്ടുണ്ട്. അതായത് 10 വർഷം മുൻപ് പ്രതിമാസം 10,000 രൂപ വീതം നിക്ഷേപിച്ചു തുടങ്ങിയ ഒരാളുടെ സമ്പാദ്യം ഇന്ന് ഏകദേശം 35.5 ലക്ഷം രൂപയായി മാറി. ഒറ്റത്തവണയായി വലിയൊരു തുക നിക്ഷേപിച്ചവർക്കും ഈ ഫണ്ട് മികച്ച നേട്ടം നൽകിയിട്ടുണ്ട്. ഒരു വർഷത്തെ റിട്ടേൺ 31.43%. ഒരു വർഷം മുൻപ് നിങ്ങൾ 1 ലക്ഷം രൂപ ഈ ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ മൂല്യം ഏകദേശം 1.31 ലക്ഷം രൂപയാകുമായിരുന്നു. 3 വർഷത്തെ റിട്ടേൺ 34.05%. 3 വർഷം മുൻപ് നിക്ഷേപിച്ച 1 ലക്ഷം രൂപ ഇന്ന് ഏകദേശം 2.4 ലക്ഷം രൂപയായി വളർന്നിട്ടുണ്ട്.
5 വർഷത്തെ റിട്ടേൺ 28.19% CAGR ആണ്. 5 വർഷം മുൻപ് നടത്തിയ 1 ലക്ഷം രൂപയുടെ നിക്ഷേപം ഇന്ന് ഏകദേശം 3.46 ലക്ഷം രൂപയായി മാറിയിട്ടുണ്ട്. 10 വർഷത്തെ റിട്ടേൺ നോക്കാം. 17.21% CAGR വളർച്ചയാണ്. അതായത് 10 വർഷം മുൻപ് നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് ഏകദേശം 4.9 ലക്ഷം രൂപയായി വർദ്ധിക്കുമായിരുന്നു. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ ഫണ്ട് 390% അബ്സല്യൂട്ട് റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഈ ഫണ്ടിനെ കുറിച്ച് നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ കൂടെ നോക്കാം. ഫണ്ട് ആകെ കൈകാര്യം ചെയ്യുന്ന ആസ്തി 5980 കോടി രൂപയാണ്. എക്സ്പെൻസ് റേഷ്യോ 0.8%. തുടക്കം മുതലുള്ള റിട്ടേൺ ഏകദേശം 12.54%. പൊതുമേഖലാ ഓഹരികളിൽ വലിയൊരു ശതമാനം നിക്ഷേപിക്കുന്നതുകൊണ്ട് ഈ ഫണ്ട് വളരെ ഉയർന്ന റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. മീൻ റിട്ടേൺ അതായത് 34.41%. കാലങ്ങളായി ഈ ഫണ്ട് നൽകി വരുന്ന ശരാശരി ലാഭമാണിത്. ഇതിന്റെ ചരിത്രപരമായ കരുത്താണ് ഇത് കാണിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20.96%. ഇത് ലാഭത്തിലെ ഏറ്റക്കുറിച്ചിലുകളെ സൂചിപ്പിക്കുന്നു. ഈ നമ്പർ കൂടുന്തോറും ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുമെന്നാണ് അർത്ഥം. അതായത് കുറച്ചധികം റിസ്ക് ഇതിനുണ്ട്. ഷാർപ്പ് റേഷ്യോ 1.35 ആണ്. നിങ്ങൾ എടുക്കുന്ന റിസ്കിനനുസരിച്ചുള്ള ലാഭം കിട്ടുന്നുണ്ടോ എന്ന് ഇത് പറയും. 1ന് മുകളിൽ ഷാർപ്പ് റേഷ്യോ ഉണ്ടെങ്കിൽ അത് മികച്ചതാണ്. സോർട്ടിനർ റേഷ്യോ 2.31 ആണ്. വിപണി മോശമാകുമ്പോൾ അതായത് നെഗറ്റീവ് മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഫണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. 2.31 എന്ന സ്കോർ നല്ലൊരു സൂചനയാണ്. ബീറ്റ 0.93 ആണ്. 1നോട് അടുത്ത് നിൽക്കുന്ന ബീറ്റ സൂചിപ്പിക്കുന്നത് വിപണി എങ്ങനെ ചലിക്കുന്നുവോ അതേപോലെ തന്നെയാണ് ഈ ഫണ്ടും ചലിക്കുന്നത് എന്നാണ്. ആൽഫ 1.82 ആണ്. ബെഞ്ച് മാർക്കിനേക്കാൾ എത്രത്തോളം കൂടുതൽ ലാഭം ഈ ഫണ്ട് ഉണ്ടാക്കിയെന്ന് ഇത് കാണിക്കുന്നു. പോസിറ്റീവ് ആൽഫ എന്നത് ഈ ഫണ്ടിന്റെ മികവാണ്. നിങ്ങളുടെ പണം എവിടെയൊക്കെയാണ് നിക്ഷേപിക്കുന്നത്? നിങ്ങളുടെ പണത്തിന്റെ 43.48% എനർജി ആൻഡ് യൂട്ടിലിറ്റി സെക്ടറിലാണ്. പവർ ജനറേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ഇതിൽപ്പെടും. ഏകദേശം 34.08% ബാങ്കിംഗ് ആൻഡ് ഫൈനാൻസ് മേഖലയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ടോപ്പ് ഹോൾഡിംഗ്സ് SBI, ഭാരത് ഇലക്ട്രോണിക്സ്, NTPC, പവർ ഗ്രിഡ്, ഗെയിൽ, PPCL, ബാങ്ക് ഓഫ് ബറോഡ എന്നിവയാണ്. ഈ ഫണ്ടിന്റെ പഴയ കണക്കുകൾ കാണുമ്പോൾ ആവേശം തോന്നാം. പക്ഷെ നിക്ഷേപകർ ഒരു കാര്യം എപ്പോഴും ഓർക്കുക: പഴയ പ്രകടനം ഭാവിയിലേക്കുള്ള ഗ്യാരണ്ടി അല്ല. കഴിഞ്ഞ 10 വർഷം സർക്കാർ കമ്പനികൾക്ക് നല്ല കാലമായിരുന്നു. അതുകൊണ്ടാണ് ഈ ലാഭം കിട്ടിയത്. വിപണി മാറുന്നതിനനുസരിച്ച് ഈ പ്രകടനം മാറാം. എല്ലാം ഊർജം, ബാങ്കിംഗ് മേഖലകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിപണിയിൽ എപ്പോഴെങ്കിലും ഈ മേഖലയിൽ ഒരു തകർച്ച വന്നാൽ ഫണ്ടിന്റെ മൂല്യവും പെട്ടെന്ന് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. കുറഞ്ഞത് 5 മുതൽ 7 വർഷമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറുള്ളവർക്കും റിസ്ക് എടുക്കാൻ മടിയില്ലാത്തവർക്കും മാത്രം അനുയോജ്യമായ ഫണ്ടാണിത്. അമ്മാവന്മാർ പറയുന്ന സർക്കാർ സുരക്ഷ ഈ കമ്പനികൾക്ക് ഉണ്ടെങ്കിലും ഓഹരി വിപണിയിൽ എപ്പോഴും സുരക്ഷിതത്വം എന്നത് കുറവാണ്. അതുകൊണ്ട് സ്വന്തം സാമ്പത്തിക ലക്ഷ്യങ്ങളും റിസ്ക് എടുക്കാനുള്ള ശേഷിയും വിലയിരുത്തിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക. ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിന് മുൻപ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനോട് ചോദിക്കുന്നതാണ് എപ്പോഴും നല്ലത്.